ഹലോ, ഈദൊക്കെ അല്ലേ? നമുക്കൊരു അടിപൊളി ഈദ് ഡെക്കർ ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി കുറച്ച് A4 ഷീറ്റും ഗ്ലൂവും ഒരു ഫോം ഷീറ്റിൻ്റെ കുറച്ച് ഭാഗം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. A4 ഷീറ്റുകളെല്ലാം ഇതുപോലെ നീളത്തിൽ ഓരോന്നോരോന്നായി മടക്കിയെടുക്കണം. ഏകദേശം ഒരു 30 എണ്ണമെങ്കിലും വേണം. കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, എന്നാലും ഒരു 30 എണ്ണം ഉണ്ടെങ്കിലാണ് അതിൻ്റെ നല്ലൊരു ഭംഗിയിൽ കിട്ടുള്ളൂ. എല്ലാം മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചെടുത്ത് വെട്ടിയെടുക്കണം. ഓരോന്നോരോന്നായി വരച്ചെടുത്ത് വെട്ടിയെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 2 3 അടുക്കി വെച്ച് വെട്ടിയെടുത്താലും കുഴപ്പമില്ല. എന്നാലും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഓരോന്നോരോന്നായി വെട്ടുന്നതാണ് നല്ലത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു നോമ്പൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വിശപ്പിൻ്റെ അസുഖം കൂടുതലുള്ളതുകൊണ്ട് നോമ്പൊന്നും എടുക്കാൻ പറ്റാറില്ല. ഞങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാസർഗോഡ് നിന്നൊരു സുന്ദരിയായ പെൺകുട്ടി ഞങ്ങളുടെ സ്കൂളിലേക്ക് സ്കൂൾ മാറി വന്നു. ഞാൻ സംസ്കൃതവും ആൾ അറബി ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേർക്ക് ഈ സുന്ദരിയെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ സംസ്കൃതത്തിന് വേറെ ക്ലാസ്സിലേക്ക് പോകാൻ വേണം. ഞങ്ങളുടെ ക്ലാസ്സിലാണ് എല്ലാ കുട്ടികളും അറബി പഠിക്കാൻ വരുന്നതും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും പറയുന്നു നല്ല ഭംഗിയുള്ള കുട്ടി, നല്ല സുന്ദരിയായ കുട്ടി. എല്ലാ ചെക്കന്മാരും ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലാണ്. പോണ വഴിയിൽ ആ കുട്ടി താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ ക്യൂ ആയിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് കാണാൻ പറ്റിയത്. വെറുതെയല്ല എല്ലാവരും പറഞ്ഞത്, സുന്ദരി തന്നെ. കണ്ടപ്പോൾ എന്തെങ്കിലും മിണ്ടണ്ടേന്ന് വിചാരിച്ച് ഞാൻ പേര് ചോദിച്ചു. ജുവൈരിയ, ജുബീദ് വിളിച്ചാൽ മതി. ആ പറഞ്ഞ വാക്കുകളും ആ ആക്ഷനും ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. പിന്നെ 10ാം ക്ലാസ്സിലായപ്പോൾ ആളെൻ്റെ ക്ലാസ്സിലായി, ഞങ്ങൾ ഒരേ ബെഞ്ചിലുമായി. എന്നാലും അത്ര ഫ്രണ്ട്സ് ആയിരുന്നില്ല കേട്ടോ. പിന്നെ +1 ആയപ്പോൾ എൻ്റെ ഫ്രണ്ടും ആളുടെ ഫ്രണ്ടും വേറെ സ്കൂളിലും പോയി. ഞങ്ങൾ രണ്ടുപേരും വീണ്ടും പനങ്ങാട് തന്നെയായി. പിന്നെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സായി. അങ്ങനെ 2009 ജസ്റ്റ് ഫ്രണ്ട്സായ ഞങ്ങൾ ഇപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സായി തന്നെ ഇരിക്കുന്നു. +2 കഴിഞ്ഞ് 18 വയസ്സായപ്പോഴും ആൾ കല്യാണമൊക്കെ കഴിച്ചു. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് വേറെ 2-3 പേരുണ്ടെങ്കിലും ആൾക്ക് ഞാൻ മാത്രമാണ് ബെസ്റ്റ് ഫ്രണ്ട്. ആളുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും വരെ അറിയാം ഞാനാണ് ആളുടെ ബെസ്റ്റ് ഫ്രണ്ടെന്ന്. എല്ലാ A4 ഷീറ്റും വെട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ച് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ പേപ്പറിൻ്റെയും ഉൾഭാഗം ഇതുപോലെ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. പേപ്പറുകൾ തമ്മിൽ ഒട്ടിക്കുമ്പോൾ അടുത്ത ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. 3 ഭാഗത്തായിട്ടാണ് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. എല്ലാ പേപ്പറിൻ്റെയും ഉൾഭാഗം ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം, എല്ലാ ഭാഗവും നന്നായി ഒട്ടിയിരിക്കാൻ. അതിനുശേഷം വേണം ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ. ഓരോ പേപ്പറുകൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഈ ലൈൻ വരച്ചിരിക്കുന്നത് പോലെ വേണം ഗ്ലൂ അപ്ലൈ ചെയ്യാൻ. ഇനി നേരത്തെ ഒട്ടിച്ച് വെച്ച എല്ലാ പേപ്പറിനും ഇതുപോലെ 3 ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഓരോന്നോരോന്നായി ഒട്ടിച്ചു കൊടുക്കണം. എൻ്റെ ജുബിയുടെ കല്യാണം കഴിഞ്ഞത് 2012-ലാണ്. എൻ്റെ കല്യാണം 2019-ലും. ഞങ്ങൾക്ക് 2 പേർക്കും ഇപ്പോൾ 2 മക്കളുണ്ട്. ജുബിയുടെ ഇളയ മോളും എൻ്റെ മൂത്ത മോനും ഏകദേശം ഒരേ പ്രായമാണ്. 10 ദിവസത്തെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ തമ്മിൽ ആ സമയത്ത് കാണാനൊന്നും പറ്റിയിരുന്നില്ല. കാരണം കോവിഡിൻ്റെ സമയത്താണ് ഞങ്ങൾ 2 പേരും പ്രഗ്നൻ്റ് ആയത്. മുറിച്ച് വെച്ച എല്ലാ പേപ്പറും ഇതുപോലെ ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോൾ ഒരു ഭംഗിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഒട്ടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. അല്ലെങ്കിൽ അത് നിവർത്തുമ്പോൾ ആ ഭംഗി കിട്ടില്ല. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഗ്ലൂ ശരിക്കും ഉണങ്ങാതെ നമുക്കത് നിവർത്തി വെക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു ചന്ദ്രനെ ഉണ്ടാക്കിയെടുക്കണം.
എൻ്റെ കയ്യിൽ സിൽവർ ഫോം ഷീറ്റ് ഉണ്ടായിരുന്നില്ല. ഇതൊരു യെല്ലോ കളറിൽ ഒരു ഗ്രീൻ ഗിൽറ്റൊക്കെ വരുന്നതാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് സിൽവർ കളർ തന്നെ എടുക്കാൻ നോക്കണേ. അപ്പോഴാണ് നല്ല ഭംഗിയായിട്ട് തോന്നുക. ഞാൻ നിവർത്തി നോക്കിയപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിലും ഭംഗിയായിട്ടുണ്ട്. ഇനി ആ എൻഡ് പേപ്പർ കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയ ആ ചന്ദ്രനെ കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കർ പൂർത്തിയായി. വേണമെങ്കിൽ നമുക്ക് ഈ എൻഡ് ഭാഗത്ത് എല്ലായിടത്തും ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിൽ കളർ ഉണ്ടായിരുന്നില്ല. നോക്കിയേ, നല്ല ഭംഗിയായിട്ടില്ലേ?